ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിലെ പ്രതി ബെയ്ലിൻ ദാസിനെ കോടതിയിലെത്തിച്ചു. മജിസ്ട്രേറ്റ് കോടതി 11-ലാണ് പ്രതിയെ ഹാജരാക്കിയത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, കോടതി നടപടികൾ ആരംഭിച്ചു. രോഹിണി, കോടതി നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. കേസ് പരിശോധിക്കുകയാണ്. റിമാൻഡ് റിപ്പോർട്ട് മജിസ്ട്രേറ്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് മജിസ്ട്രേറ്റ് കോടതി, വഞ്ചൂരിലെ മജിസ്ട്രേറ്റ് കോടതി 11-ൽ ബെയ്ലിൻ ദാസിനെ എത്തിച്ചത്. ഇപ്പോൾ ഒരു കേസ് കൂടി ഉൾപ്പെടുത്തി, ഒരു വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 118 ക്ലോസ് 3 ആണ് പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ 4 വകുപ്പുകളാണ് ഈ കേസിൽ ബെയ്ലിൻ ദാസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. നിലവിൽ ചുമത്തിയ വകുപ്പ് എന്ന് പറയുന്നത് 118 ക്ലോസ് 3 ആണ്. കൈകൊണ്ടുള്ള മർദ്ദനത്തിൽ ക്ഷതമേൽക്കുക എന്ന വകുപ്പാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. അങ്ങനെ ആകെ 4 കേസുകൾ ആണ് നിലവിൽ ഈ ബെയ്ലിൻ ദാസിനെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. കേസ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലും കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ സ്റ്റേഷൻ കടവ് എന്ന സ്ഥലത്തു നിന്നും ബെയ്ലിൻ ദാസിനെ പിടികൂടുന്നത്. പോലീസ് തുമ്പ സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലത്തു നിന്നാണ് പിടികൂടുന്നത്. അതിനുശേഷമാണ് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം എത്തിക്കുകയും തുടർന്ന് വൈദ്യപരിശോധന അടക്കം നടത്തിയതിനു ശേഷമാണ് ഇന്ന് തുടർന്ന കോടതിയിൽ, വഞ്ചൂരിലെ തുറന്ന കോടതി 11 മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത്. നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനുള്ളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസമാണ് ബെയ്ലിൻ ദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം തുമ്പ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് വഞ്ചൂർ പോലീസിന് കൈമാറുകയും തിരിച്ച് വഞ്ചൂർ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്തത്. തുടർന്നാണ് പിന്നീട് വൈദ്യപരിശോധന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നതിന് ശേഷമാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. ആകെ 4 വകുപ്പ് ഈ കേസിൽ ചുമത്തിയിട്ടുണ്ട്. അതിൽ പുതുതായിട്ട് ഒരു വകുപ്പ് കൂടി 118 ക്ലോസ് 3 എന്ന വകുപ്പ് കൂടിയാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. അത് ഈ വനിതാ അഭിഭാഷകരുടെ മുഖത്തിന് പൊട്ടലേറ്റതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയൊരു വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേസെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഇതൊരു ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയതെന്നടക്കമുള്ള ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു വകുപ്പ് കൂടി ചുമത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ കൂടുതൽ വിവരങ്ങൾ ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ഉടൻ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുമ്പോൾ കേസ് കോടതിയിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. രോഹിണി, ശരി. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയ്ലിൻ ദാസിനെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന വിവരങ്ങൾ.